ലെവിനെ ഈ പരിപാടി തുടങ്ങി തോന്നല്ലേ ലെവിൻ? സേതു പരിപാടി ആരംഭിച്ചു. തൃശ്ശൂരിൻ്റെ പൗരാവലി ആകെ ഒത്തുചേർന്ന് ഈ പരിപാടിയുടെ ഭാഗമായി മുന്നോട്ട് വരുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെൻറ് ജോസഫ് കോളേജിൽ നടന്ന ഉദ്ഘാടന പരിപാടി പൂർത്തിയാക്കിക്കൊണ്ട് മന്ത്രിമാരും ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകൾ കൂടി ചേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഭാഗമായി ബോണ്ടത്താലയുടെ മുൻനിരയിൽ നടന്നു നീങ്ങുന്നതായിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ തൃശ്ശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് അടക്കമുള്ള ആളുകളും മന്ത്രി കെ രാജൻ അടക്കമുള്ള ജനപ്രതിനിധികളും ഒക്കെ ഈ ഘോഷയാത്രയുടേതായിട്ടുള്ള ബോണ്ടത്താലയുടെ ഭാഗമാകുന്നുണ്ട്. എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടാണ് ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സെൻറ് തോമസ് മൗണ്ട് പിന്നിട്ടുകൊണ്ട് സ്വരാജ് റൗണ്ടിലേക്ക് കയറുകയാണ്. അതിന് പിന്നിലായാണ് പാപ്പാനിമാരും പ്ലോട്ടുകളും വിവിധ സംഘങ്ങളും എല്ലാം അണിനിരക്കുന്നത്. റോഡിന് ഇരുവശത്തു നിന്നും വളരെ ആവേശത്തോടു കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. വരിയരികിൽ നോക്കി നിന്ന് ഈ ബോണ്ടത്താലയുടെ ഭാഗമാകുന്ന ദൃശ്യങ്ങൾ കൂടി കാണാം. രാജേട്ടാ, ബോണ്ടത്താല ആശംസകൾ. എല്ലാ വർഷത്തെക്കാളും ഗംഭീരമായി ഇത്തവണയും വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ബോണ്ടത്താല നടക്കുന്നത്. തൃശ്ശൂരിലെ പൂരം പോലെ പുലിക്കളി പോലെ ഒരു പ്രധാനപ്പെട്ട ആചാരമായി ഒരു സാംസ്കാരിക അനുഷ്ഠാനമായിട്ട് ഇത് മാറി ലോകത്തിൻ്റെ മുമ്പിൽ കേരളം അനുഷ്ഠിക്കുന്ന ഒരു മതനിരപേക്ഷതയുടെ ആഘോഷമായി ബോണ്ടത്താല മാറുന്നു എന്നുള്ളതാണ് ഈ ക്രിസ്മസ് കാലത്ത് ഏറ്റവും വലിയ സന്തോഷം. ക്രിസ്മസ് കാലത്തെ തൃശ്ശൂരുകാരുടെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ് ഈ ബോണ്ടത്താല എന്ന് പറയുന്ന ആഘോഷം. തൃശ്ശൂർ പൗരാവലി എല്ലാവരും ഒത്തുചേർന്ന് ഒരു മനസ്സോടുകൂടി ഈ പരിപാടി ആഘോഷത്തിൻ്റെ ഭാഗമാകുന്നു. തൃശ്ശൂർ അതിരൂപതയ്ക്ക് കീഴിലെ വിവിധ ഇടവകകൾ നിന്നുള്ള ആളുകളാണ് പ്രധാനമായും ബോണ്ടത്താലയിലെ പാപ്പാനിമാരുടെ വേഷം കെട്ടാനും നൃത്തം ചെയ്യാനുമൊക്കെ എത്താറുള്ളതെങ്കിലും ഈ പരിപാടികൾ ഒന്നാകെ കാണാനും ഇതിൽ പങ്കുചേരാനും ഇതിൽ ഭാഗമാകാനും തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മധ്യ കേരളത്തിലെ തന്നെ വിവിധ ഭാഗങ്ങളിലും അടക്കം നിരവധി ആളുകൾ ഈ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്കും നഗരത്തിലേക്കുമൊക്കെ എത്തും. നഗരത്ത് വലിയ ഗതാഗത നിയന്ത്രണങ്ങളൊക്കെയാണ് ആ സമയത്ത് ഏർപ്പെടുത്തുക. ഈ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാലായിരിക്കും അതിൻ്റെ ഒരു ആകാശ ദൃശ്യത്തിൻ്റെ അടക്കമൊക്കെ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം ഈ പൗരാവലി ഒന്നാകെ ഈ നത്താലയുടെ ഭാഗമായി പങ്കെടുത്തുകൊണ്ടുള്ള ആഘോഷങ്ങൾ നമുക്ക് കാണാനാകും. അതിൻ്റെ ഒരു